ഹലോ അസ്സലാമലൈക്കും. ഇന്ന് നമുക്കൊരു അടിപൊളി കോംബോ ആണ്. ബട്ടർ നാനും പിന്നെ ഒരു പനീർ മഖാനിയും. നല്ല സൂപ്പർ ടേസ്റ്റാണ് രണ്ടും. അപ്പോൾ ആദ്യം നമുക്ക് ബട്ടർ നാനുള്ള ഡോ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിത് ഒരു ബൗളിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു അരക്കപ്പില്ല, ഒരു 1/4 കപ്പ് ഇളം ചൂടുവെള്ളം തന്നെ എടുക്കുക. അതൊന്ന് ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് അവിടെ വെക്കാം. അപ്പോൾ ഈസ്റ്ററിലൊന്ന് പൊങ്ങി വരട്ടെ. ഇനി ഇത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലോട്ട് 2 കപ്പ് മൈദൻ്റെ ഒരു അളവിലാണ് ഞാനിപ്പോൾ ഒരു ഡോ തയ്യാറാക്കുന്നത്. അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് കുഴക്കുക. അപ്പോൾ ഇത് വെള്ളം നിങ്ങൾ നോക്കിയിട്ട് കുറേശ്ശെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇതാ ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ട് ആദ്യം കുറച്ചൊന്ന് ഒഴിച്ചിട്ടൊന്ന് എല്ലാം ഒന്ന് കുഴച്ചിട്ട് ബാക്കിയുള്ളതും കൂടി ഒഴിക്കുക. അപ്പോൾ മൊത്തത്തിൽ 1/4 കപ്പ് വെള്ളം എനിക്ക് ആവശ്യം വന്നിട്ടുള്ളൂ. ഇളം ചൂടുവെള്ളമാണ്. അതും കൂടി ഒഴിച്ചിട്ട് 1/4 കപ്പ് ഫുള്ളായിട്ടും എടുത്തിട്ടില്ല, അത്രേ ആവശ്യം ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ട് നല്ലോണം ഒന്ന് കൈ കൊണ്ട് കുഴച്ച് അമർത്തി കുഴച്ചിട്ട് ഇതൊരു 2 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിക്കുന്നുണ്ട്. നേരത്തെ ഒഴിക്കേണ്ടതാണ്, മറന്നുപോയതാണ്. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് നോക്കാം പൊങ്ങി വരുന്നത്. ഇനിയിപ്പോൾ പനീർ മഖാനി റെഡിയാക്കാൻ പാൻ ചൂടായി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 വലിയ ഉള്ളി കട്ട് ചെയ്തതും പിന്നെ അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും, പിന്നെ ഒരു വലിയ തക്കാളി, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ്, പിന്നെ ഒരു 5-6 വറ്റൽ മുളകുണ്ടല്ലോ, റെഡ് ചില്ലി, അതും പിന്നെ കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ട് വീണ്ടും നല്ലോണം ഒന്ന് വഴറ്റുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഈ തക്കാളിയും ഉള്ളിയെല്ലാം ഒന്ന് കുക്കാട്ടെ. ഇപ്പോൾ ഇതെല്ലാം കുക്കായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞ് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടെല്ലാം ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്കിത് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇത് സെയിം പാനിലോട്ട് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി ബട്ടർ ഇട്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി, അതും കൂടി ഇട്ട് ബട്ടറിൽ തന്നെ ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ആ ഒരു പച്ചമണലിലൊന്ന് മാറണം. ചെറിയ തീയിൽ വെക്കുക, കരിഞ്ഞു പോകരുത്. ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഉള്ളി തക്കാളി ഇതെല്ലാം ഉണ്ടല്ലോ, അതങ്ങ് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ, മൂടി വെക്കാം. ഇനിയിപ്പോൾ ഇത് തുറന്ന് നല്ലോണം ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ പനീർ ഇട്ട് കൊടുക്കുക. ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നോക്കുക. ഇത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് ഇനിയിപ്പോൾ ഇതൊന്ന് കുറച്ച് നേരം ഒന്നവിടെ മൂടി വെച്ച് കൊടുക്കുക. കുറച്ചൊന്ന് തിളക്കട്ടെ, ആ ഒരു പനീറിലൊന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. അടിച്ചു വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ പിന്നെയും തുറന്ന് നല്ലോണം ഒന്ന് തിളച്ചെല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് പനീറെല്ലാം ഒന്ന് നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം, ഏതെങ്കിലും കുക്കിംഗ് ക്രീം, അത് ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് വീണ്ടും 2-3 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി ചെറിയ തീയിൽ വെച്ചിട്ട് പിന്നെ അടച്ച് വെച്ച് കുറച്ച് 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ അതെല്ലാം ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത് നല്ല അടിപൊളി പനീർ മഖാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതെന്തായാലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിരിക്കും. ഈ ബട്ടർ നാനും ഗാർലിക് നാൻ, ഇതിനെല്ലാം നല്ല അടിപൊളി കോംബോ ആണ് ഈ പനീർ.
കുറച്ച് നേരം ഇങ്ങനെ മൂടി വെച്ച് പിന്നെ തുറന്ന് എന്താ പറയുക നല്ല സ്മെല്ലെല്ലാം വരാൻ തുടങ്ങി, ആവി പറക്കുന്ന നല്ല അടിപൊളി പനീർ മക്കാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മാവെല്ലാം ഒന്ന് പൊങ്ങി ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് കൈ കൊണ്ടെല്ലാം കുഴച്ച് അതിൻ്റെ എയറെല്ലാം കളഞ്ഞ് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തുന്നത് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ഓരോ ഷേപ്പിൽ. ചില ആൾക്കാർ റൗണ്ടായിരിക്കും, ചിലർ ഒരു നാൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ മുകളിലോട്ട് കുറച്ച് നീട്ടിയിട്ട് അങ്ങനെയെല്ലാം. പിന്നെ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് പരത്തിയെടുക്കുക. ഇപ്പോൾ ഞാൻ റൗണ്ടിലാണ് കൂടുതലും പരത്തുന്നത്. പിന്നെ ഷേപ്പൊന്നും വലിയ ഇങ്ങനെ മൊഞ്ചൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും പരത്തി കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് മുകളിലോട്ട് ഇങ്ങനെയെല്ലാം ഉണ്ടാവാനും, അപ്പോൾ അതൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഇനി നമ്മൾക്കിത് പാനിലിട്ടിട്ട് 2 സൈഡും ചുട്ടെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഞാൻ അതിൽ ഇത്തിരി മല്ലിയിലയും 2 അല്ലി ഗാർലിക് ചോപ്പ് ചെയ്തതും ഒന്ന് എന്താ പറയുക ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ പാസ്ലി ഉണ്ടെങ്കിൽ അതെല്ലാം ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ 2 സൈഡും നല്ലോണം ഒന്ന് ചുട്ടെടുക്കുക. കണ്ടിങ്ങനെ പൊങ്ങി വരും, ഒരു മീഡിയം തീയിൽ വെച്ചിട്ട്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് അപ്പം തന്നെ കഴിക്കണം ചൂടോടെ, എന്നാലും ആ ഒരു ടേസ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഹാർഡായിപ്പോവും. പിന്നെ നമ്മുടെ ബട്ടർ നാനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇതെങ്ങനെ ചുടുന്ന സമയം തന്നെ വേണമെങ്കിൽ ആ ബട്ടർ ഉണ്ടല്ലോ അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് അടുത്തത് ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. നല്ല ചൂടോടെ തന്നെ ഇതിൻ്റെ മേലെ ആ ഒരു ബട്ടർ ഗാർലിക് മിക്സ് ചെയ്തിട്ടില്ലേ അതൊന്ന് പുരട്ടി കൊടുത്താൽ മതി 2 സൈഡും. എന്നിട്ട് അപ്പം തന്നെ നല്ല ചൂടോടെ മക്കാനിയിൽ മുക്കിയിട്ട് തിന്ന് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു കോംബോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല അടിപൊളി ബട്ടർ നാനും പനീർ മക്കാനിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.